രാഹുൽ ഗാന്ധി ഇട്ട ആറ്റം ബോംബിന്റെ അനുരണനങ്ങൾ കർണാടകയിൽ എത്ര കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര കാര്യമായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ദേശീയ മാധ്യമങ്ങൾ പലരും വേണ്ടത്ര രീതിയിൽ ആ വിഷയത്തെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്നൊരു പരാതി നമ്മളടക്കമുണ്ട്. പക്ഷേ നമ്മളുടെ വാർത്താ സംഘം രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തിയ ദിവസം മുതൽ കർണാടകയിൽ തുടർച്ചയായി അന്വേഷണം നടത്തുകയാണ്. ഇതിനകം 5 പ്രധാനപ്പെട്ട തെളിവുകൾ റിപ്പോർട്ടർ ടിവിയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയെന്ന് ബോധ്യപ്പെടുത്തിയതായിരുന്നു 5 തെളിവുകൾ. അത് സെൻട്രൽ മണ്ഡലത്തിൽ മാത്രമല്ല, ബാംഗ്ലൂർ നോർത്ത് മണ്ഡലത്തിലുമുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞ മഹാദേവ്പുരയിലെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെ തെളിയിച്ചത്. ദീപക് മോഹൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ദീപക് മോഹൻ, കർണാടകയിൽ കാര്യമായ പ്രതിഷേധം നമ്മൾ കണ്ടു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റു ദേശീയ മാധ്യമങ്ങളൊന്നും കാര്യമായ അന്വേഷണം നടത്തുന്നില്ല. പക്ഷേ നമ്മൾ അവിടെയുണ്ട്. ഇപ്പോഴും നമ്മളുടെ അന്വേഷണത്തിലും തുടരന്വേഷണത്തിലും ബോധ്യമാകുന്നത് എന്താണ് ദീപക് മോഹൻ? ഇതവിടെ ഒരു നിത്യസംഭവമായിരുന്നു എന്നാണോ? അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വോട്ട് ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ച് അവരിപ്പോൾ നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മേൽവിലാസങ്ങളിൽ അവരെ കാണാത്ത സാഹചര്യം അതൊന്നല്ല, ഒരുപാടിടങ്ങളിലുണ്ട് എന്നാണോ ദീപക് മോഹൻ വ്യക്തമാകുന്നത്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ കർണാടക മഹാദേവപുരയിലെ വോട്ടിംഗ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട സെൻട്രൽ മണ്ഡലത്തിലെ 8 നിയോജക മണ്ഡലങ്ങളിൽ മഹാദേവപുരയിൽ മാത്രം 1 ലക്ഷത്തിലധികം വോട്ടുകൾ ഈ കള്ളവോട്ടുകളായിട്ടുള്ള ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുകളായി ചേർത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വഴിത്തിരിവിലേക്കാണ് ഇനി പോകുന്നത്. കാരണം ഇന്നലെ ഈ സെൻട്രൽ മണ്ഡലത്തിലെ മുൻ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മൻസൂർ അലി ഖാനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്, ഇതിൻ്റെ ബാക്കി, അതായത് കൂടുതൽ ക്രമക്കേടുകളുടെ തെളിവുകൾ കോൺഗ്രസിൻ്റെ പക്കലുണ്ട്. ഈ ഇരട്ടി വോട്ടുകൾ, അതുപോലെ തന്നെ വോട്ടിംഗ് ലിസ്റ്റിലെ ക്രമക്കേടുകൾ, വോട്ട് ചെയ്ത ആളുകളുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പക്കലുണ്ട്. പക്ഷേ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മേൽവിലാസം, അതായത് ഫോട്ടോകളുടെ ദുരുപയോഗം വഴി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ അനധികൃതമായി ഒരുപാട് ആളുകളെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരും, ഒപ്പം തെറ്റായ വിലാസം, ഒരേ വിലാസത്തിലുള്ള കൂട്ടമായ ആളുകൾ, അങ്ങനെയൊക്കെ ഈ മഹാദേവപുരയിൽ തന്നെ 1 ലക്ഷത്തിലധികം വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നാണ് ഇന്നലെ ലഭിച്ച വിവരം. അതനുസരിച്ച് ഇന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നാണ് ഇന്നലെ മൻസൂർ അലി ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചത്. ഈ ഹൈക്കമാൻഡുമായി നേരത്തെ തന്നെ അവർ ഒരുമിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ നിയമപരമായ ഇടപെടലുകൾ ഇതിലുണ്ടാകും. അതോടൊപ്പം ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇവർ മുന്നോട്ട് പോകുക എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഏതായാലും മഹാദേവപുരയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്രമക്കേടുകൾ, വോട്ടേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നിനി പുറത്തുവരും എന്നുള്ള വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. അരുൺ, ഓക്കെ, തുടരുക ദീപക് മോഹൻ. കൂടുതൽ വിവരങ്ങൾ കർണാടകയിൽ നിന്ന് നമുക്ക് വേണം. തീർച്ചയായിട്ടും ആ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുമാണ്. രാഹുൽ ഗാന്ധി തുടങ്ങിവെച്ച ഈ പോരാട്ടം, അതിൻ്റെ തുടർച്ച നമ്മൾ കൂടി ഏറ്റെടുക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജനാധിപത്യത്തെ മുറിവേൽപ്പിക്കുന്ന ഒന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. നിർഭാഗ്യകരമായ വാർത്തകളാണ് വരുന്നത്.